70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെയാണ്. ജലമേളയ്ക്കായി ആലപ്പുഴ തയ്യാറായി കഴിഞ്ഞു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങളാണ് ഇക്കുറി പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പുന്നമടയും പരിസര പ്രദേശങ്ങളും 14 സെക്ടറായി തിരിച്ച് 1800 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. നാളെ ഈ സമയമാകുമ്പോൾ ഇവിടെ ആകെ ജനനിബിഡമാകും. ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിലായിരിക്കും ഇവിടെ ആളുകൾ വന്നു ചേരുക. അതിഥികളൊക്കെ ഇന്ന് തൊട്ടേ പുന്നമടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. തൊട്ട് അടുത്ത് ഉള്ളത് നെഹ്റു പവലിയനാണ്. നെഹ്റു പവലിയനിലാണ് ജലമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുക. നെഹ്റു പവലിയനിൽ നാളെ അവിടെ പതാക ഉയർത്തി അതിനുശേഷം ജലമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തും തുടർന്ന് ചുണ്ടൻ വള്ളങ്ങൾ 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി ജലമേളയിൽ പങ്കെടുക്കുക. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ ആണ് നാളെ ഈ പുന്നമടയിൽ പോരാട്ടത്തിനൊരുങ്ങുക. അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ അവസാനവട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നെഹ്റു പവലിയൻ ഉണ്ട്, ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പുന്നമടയും പരിസര പ്രദേശങ്ങളും ഒക്കെ 14 സെക്ടറുകളായി തിരിച്ച് 1800 പോലീസുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തവണയും ഇത്തരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ കായലിലും ഒപ്പം കരയിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഈ സമയമാകുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ നാളെ ഈ സമയമാകുമ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. രാവിലെ 11 മണിയോടുകൂടിയാണ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങുക. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷം 2 മണിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഈ 19 ചുണ്ടൻ വള്ളങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. ആരാണ് നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള ആ ഒരു വെള്ളിക്കപ്പ് നേടുന്നത്? ഈ ഫൈനലിൽ മത്സരിക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഹീറ്റ്സുകളിൽ നിന്ന് ഒന്നാമതെത്തുന്ന ചുണ്ടൻ വള്ളമായിരിക്കും നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് കരസ്ഥമാക്കുക. എന്തായാലും 70ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നെഹ്റു പവലിയനും ഫിനിഷിംഗ് പോയിന്റും എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് 70ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായുള്ളത്.